അല്ല ഇത് അതിന് വേണ്ടിയൊന്നല്ല, ഇത് ചുമ്മാ ചെയ്യാൻ ശരിക്കും അവരോട് ഇത് ഞാൻ എപ്പോഴും എടുക്കലുണ്ട്. ഭീമേന്ന് എന്റെ അത് കയറിയപ്പോഴേക്കും ആനപ്പുറത്ത് കയറിയൊരു ഫീലാ. അമ്പോ കിട്ടില്ല. കയറിപ്പോ അടിപ്പൊന്നുമില്ല. എത്ര 80 കിലോമീറ്റർ സ്പീഡിലാണ് പോണേ. എന്നിട്ടും ഓടിച്ചോടിച്ചങ്ങ് മതിയാവണില്ലെന്ന് തോന്നുന്നു. ബിഎമ്മൊക്കെ ഓടിച്ചിട്ട് ഇതിലെ ഓടിക്കുമ്പോ ഓക്കെ. ഹലോ, വെൽക്കം ടു ദുശാന്ത് മേനോൻ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ചേച്ചിയുടെ തൃശ്ശൂരുള്ള ഫ്ലാറ്റിൽ കേട്ടോ. അപ്പം ഞാനിവിടെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദു ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ അവന് കടയിലേക്ക് നഴ്സറിയിലേക്ക് കുറേ ചെടികൾ എടുക്കാൻ വേണ്ടി തൃശ്ശൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് അളിയൻ്റെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന BMW ഉണ്ടല്ലോ അളിയൻ്റെ, അതിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് എടുക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആളാണ്. അപ്പം പുള്ളി ഒന്ന് കാണാം അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഇവൻ്റെ കൂടെ കയറി വന്നതാണ്. അപ്പം ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നിന്ന് കാണാം കേട്ടോ. ആരോ വണ്ടി എടുക്കാൻ വന്നതെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെ കാണാം കേട്ടോ. പിന്നെ അളിയൻ്റെ താറ് റോക്സ് പുതുതെടുത്തത് അതൊക്കെ ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് പുതിയ വണ്ടി BMW കൂടെ ഇട്ടിട്ടോ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കി ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അളിയൻ പുറത്ത് വണ്ടിയുടെ അകത്ത് ഇറക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. വണ്ടി ഇതേ കിടക്കണം. അതെടുക്കാൻ മന്നെ എനിക്കിപ്പം അതിന് മുമ്പ് സ്ഥലം നോക്കിയിട്ട് വരട്ടെ, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി. അതാ കിടക്കുന്നു, നമുക്ക് നോക്കാം. അപ്പം എങ്ങോട്ടാ പോണേ? റൂട്ടിലൊന്ന് പോയിട്ട് നോക്കാം. കൂടി ഒരു സ്ഥലം കണ്ടെത്തി ഇത് രണ്ടു ഗുണം കൂട്ടി ഇട്ടിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് വഴിയാണെന്ന് ചോദിച്ചറിയില്ല. ഇവിടെ നല്ലൊരു കുളം ഏതാണ്ടൊക്കെ ഉണ്ട്. ഇത് ഏത് റൂട്ടാ? ആളിയാ? മണ്ണൂത്തി റൂട്ടാ. ഇവിടെ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലൊരു സ്ഥലം കിട്ടിയപ്പം ചുമ്മാ ഇങ്ങനെ എടുത്തതാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല, അങ്ങനെ കൊടുക്കാൻ പോണ വണ്ടി. നല്ല ലൊക്കേഷനാണ് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. വണ്ടിക്ക് അലോയ്സ് ഒന്നും ഇട്ടിട്ടില്ല. അലോയ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് അധികം നമുക്ക് കയറ്റാം, എന്നാലും വണ്ടിക്ക് ലുക്കാവുള്ളൂ കേട്ടോ. ഈ വണ്ടി ഓടിക്കാൻ പോകണ്ടേ നമ്മൾ. കുറച്ചും എല്ലാം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ തന്നെ ആളെ ഒന്ന് വിളിച്ചോട്ടെ. പുള്ളി വരാറായെന്ന്. ആരാന്നുള്ളത് ഞാൻ വരുമ്പം കാണിച്ചു തരാം. ആരാണോ വണ്ടി എടുക്കാൻ പോകണമെന്നുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന തൃശ്ശൂരിലൊരു ഗഡിയാണ്. അങ്ങനെ നമ്മൾ ഒന്ന് പറപ്പിക്കാൻ പോവുക. അവസാനമായിട്ട് അല്ലേ, ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലെ പോലെ ഒരു പറപ്പീര്. അവസാനമായി ഒരു പറപ്പീര്. പറപ്പിക്ക് പറപ്പാ. ഇവിടെ ക്യാമറ ചെയ്തിട്ടില്ലേ? അപ്പം ഇനി ഒരു റീൽ ഷൂട്ട് കൂടെ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ പറപ്പീര് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നേരത്തേക്ക്. നമ്മൾ അവസാനമായി വണ്ടിയുടെ തൊന്നോടെ പെട്രോൾ ഒഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. എത്ര ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാ ഇനിയില്ല അല്ലേ? ആദ്യത്തെ എടുത്ത ആദ്യം തന്നെ 10,000 രൂപ പൊട്ടിയതല്ലേ കന്യാകുമാരി പോയപ്പോ. അയ്യോ, നോർമലാ. ഇത് നോർമലാ. ഇവിടെ കയറ്റിക്കോ. ഓ, ബസ് എവിടെയാ? അപ്പൊ ഇവിടെ കയറ്റാം. പെട്രോളൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് വീട്ടിൽ ഇനി ഫ്ലാറ്റിൽ കൊണ്ടുപോയി വണ്ടി ഇടാൻ. നമ്മൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ താറ് ഓടിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. നല്ല ഹൈറ്റ് പൊസിഷനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ. ആ ഭീമേന്ന് എൻ്റെ അത് കയറിയപ്പോഴേക്കും അതുകൊണ്ട് ആനപ്പുറത്ത് കയറിയൊരു ഫീലാ. അമ്പോ കിടില. അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ആള് ഇനി 3 മണിയാകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ വണ്ടി എടുക്കാൻ. നമ്മൾ ഫ്ലാറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ടിരിക്കാം. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും അതേ നന്ദുറോയ് വന്നു. ഞാൻ ഇവൻ്റെ കൂടെയാണ് വന്നത്. ഇവനിപ്പോൾ അവിടെ ചെടി എടുക്കാൻ വേണ്ടി ഇവിടെ പോയേക്കായിരുന്നു മണ്ണൂത്തിയിൽ. ഇത് അവനവിടെ വന്നു. എടുത്തോളാം. ഇതെന്നാ
പിള്ളേർക്ക് ഞാൻ കുറെ ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തേ. ഇതെന്നാ ഒരു ഫാമിലി പാക്കല്ലോ? അതെ വീഡിയോ എടുക്കാം. എടാ എടുത്തോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തോ. ഒരു 1,00,000 രൂപ. 1,00,000 രൂപ. ഓ മൈ ഗോഡ്. വണ്ടിയിൽ കൊണ്ടേ വിടുമോ സാധനം? വണ്ടിയുമായിട്ട് വരും. ഇന്ന് വൈകുന്നേരം വരുമോ? ഓ അപ്പൊ ഇനിയിപ്പോ മോളിൽ പോയി ഭക്ഷണം കഴിക്കാം. ആള് 3 മണിയാകുമ്പോഴേ വരുള്ളൂ വണ്ടി എടുക്കാൻ വേണ്ടി. ആള് ഫ്ലാറ്റിൽ വന്നു ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. നീ സ്കൂളിൽ പോയിട്ട് വന്നു. ഇവിടെ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു ശരി കളർ ഡേ ആണോ? ലിവർ, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി. ബീഫ് റോസ്റ്റ് അല്ലേ, ബീഫ് ഫ്രൈ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. എങ്ങനെ ഉണ്ടെന്ന് ഇവൻ കഴിച്ചിട്ട് പറയും. പിന്നെ ചോറും. എങ്ങനെ ബീഫ് കഴിക്കില്ലേ? ബീഫ് കഴിക്കില്ലെന്നോ? അതെന്നാ? അയ്യോടാ ഒറിജിനൽ പോത്ത്. അത് ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നു? ഒറിജിനലായിട്ട് തോന്നുന്നുണ്ടോ? യെസ്, കഴിച്ചോക്കുമ്പോ അറിയാം. എക്സ്പെർട്സ് ആണല്ലോ. അതെ, അങ്ങ് തുടങ്ങിയിരിക്കുന്നു. ബീഫ് മാത്രം. അതിവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ? നല്ല സൂപ്പറാന്ന് തോന്നുന്നല്ലേ? ഫേമസ് ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തീരുകയും ചെയ്യില്ല സാധനം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒന്ന് കഴിച്ചിട്ട് പറയാം. നമ്മളെവിടെ കിട്ടുന്ന അവിടുത്തെ സെറ്റപ്പാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ വേറെ ഒന്നും അങ്ങനെ ചേർക്കണ ഒരു സെറ്റപ്പ് അല്ല, നാടനായിട്ട് തന്നെ ഉണ്ടാക്കണേ. അപ്പം എന്തേ കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പൊ ആത്മിക എങ്ങനെയുണ്ട് പുതിയ വണ്ടി? ഇഷ്ടപ്പെട്ടോ? ആ ആത്മികക്ക് കൂടെയാണോ പോയി എടുത്തേ? അടിപൊളിയാണോ വണ്ടി? ആഹാ, വല്ലൊരെണ്ണം പോയല്ലോ. പറിച്ചതാ? അടിപൊളി. ഇന്ന് എന്താ ട്രോഫി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. എന്താ ട്രോഫി കാണിച്ചു തരുമോ? എന്താ എന്നത്? ഇതെന്താ? എന്തിനു വേണ്ടി കിട്ടിയതാ? ആഹാ, വേറെ എന്നാ കിട്ടിയത്? വാവ്, സൂപ്പർ. എ ഗ്രേഡ് ആണോ കിട്ടിയേ? എ ഗ്രേഡ്. വേറെ സ്കൂളിൽ പോയി പാടിയതാ? സൂപ്പർ. വേറെയും കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഇത് എന്തോരം സർട്ടിഫിക്കറ്റ് അടിവേ? ഇതൊക്കെ എന്തിൻ്റെയാ? ഇത് ഗീത മറ്റേ കോമ്പറ്റീഷൻ അല്ലേ? ഓ പറയാനുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇതെന്നാ ഓട്ട മത്സരത്തിന് കിട്ടിയതാണോ മെഡൽസ് ഒക്കെ? വാവ്, കൊള്ളാലോ. ഗുഡ് ഗേൾ ആട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ റൂമിലിരുന്നപ്പോൾ അവളെന്നെ എല്ലാം കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി നേരെ താഴത്തേക്ക് പോവാം. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കാർ ഓടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. പാരാടി കാറ്റല്ല, ഇപ്പോൾ വരും. പോയിട്ട് വരാം, എന്നിട്ടേ പോവുള്ളൂ. റോക്സ് താർ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? താർ റോക്സ്. പുല്ല് വിളിക്കണ്ടോ അല്ലേ? Come. Let's go. So. വണ്ടി പണി. അപ്പം എന്ത് എടുക്ക? ഇവനെടുത്തോ? അതെ, എടുക്കണം. വണ്ടി എടുക്കണം. അലോയ്സില്ലാത്തതിൻ്റെ ക്ഷീണമുണ്ട് നമുക്ക് അല്ലേ? അതൊക്കെ മാറ്റാവുന്ന കാര്യമുള്ളൂ. BM അവിടെ കിടക്കുന്നുണ്ട്. അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ടേക്ക് എടുത്തിടും. വണ്ടിക്കറിയാം അറിയാൻ പറയിക്കറിയാം. ഞാൻ ഫ്രണ്ടിക്കണ്ട. എങ്ങനെയുണ്ടാ പൊസിഷൻ? മറ്റേതൊക്കെ സെയിം അല്ലേ? സ്വിച്ച് ആ സൈഡിൽ തന്നെയാ, കീയുടെ അവിടെ തന്നെ. ആ അപ്പം നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വരാം. റൈറ്റ് പോവാം.
ഡീസലല്ലേ? ഡീസലാ 2.2. പെട്രോൾ എത്രടാ വന്നെ? 1 എത്ര പെട്രോൾ വന്നത്? പെട്രോൾ 2 അല്ല അവനെ 2 ആണ് വന്നത്. അപ്പം പെട്രോൾ 2 ആണ്. അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ പണ്ടത്തെ പണ്ടത്തേതല്ലേ 1.4 ആണ്. ഓ പണ്ടത്തെ 2 വീലർ അത് 1.45 ഉള്ളൂ. വരുമ്പോ 2.2. ഓ ബോക്സിൽ അവര് എഞ്ചിന് മാറ്റം വരുത്തിട്ടില്ല. കാരണം നീളം കൂടുമ്പോ വീണ്ടും നയിക്കണ പണിയാവും. ഇതിനകത്ത് ഇന്റീരിയറൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്. മറ്റേ ഇതിനകത്താണ് വൈറ്റ് വന്നത്, ലക്ഷറി അങ്ങനെ അങ്ങനത്തെ സെഗ്മെന്റില്ല. സ്വസ്ഥ കയറിപ്പോയിരുന്നു അടിപ്പൊന്നുമില്ല. ഇപ്പൊ എത്ര 80 കിലോമീറ്റർ സ്പീഡിലാണ് പോണേ. എന്നിട്ടും സൗണ്ടും കുറവാ. എഞ്ചിൻ സൗണ്ട് കുറവാ. എനിക്ക് മറ്റേ ഇച്ചിരി ഫീൽ ചെയ്യണമല്ലോ തോന്നുന്നുണ്ടല്ലേ കാറില്. ഓൾറെഡി ഇച്ചിരി അപ്ഡേറ്റ് ആവുമ്പോ മാറ്റം വരൂലേ മിക്കവാറും. നല്ല സുഖമാണ്. സൗണ്ട് വരൂലേ? ഓ ബാക്ക് സീറ്റിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നിനക്കും ഉണ്ടായിരിക്കും. നിനക്ക് പിന്നെ പുറകില് ഇല്ലായിരിക്കും. സേഫ്റ്റിയാണ്. ഇനിയിപ്പോ ഭാവിയിൽ അങ്ങനെ വരൂല. എല്ലാ വണ്ടികളിലും ബാക്കിലിരിക്കുന്നവർക്കും വേണം എന്നുള്ളതാവും. അങ്ങനെ ബോഡി റോൾ അങ്ങനെ വലിയതായിട്ടും തോന്നുന്നില്ലല്ലേ. എടുത്തിട്ട് ഇങ്ങനെ ഒരക്കല് അങ്ങനത്തെ ഇതും ഫീലൊന്നും ഇല്ല. ഇനി ഹൈവേയിൽ ഞാനൊരു കൈ നോക്കട്ടെ. ഒരു കൈയില്ല, ഒരു 1.5 കൈ നോക്കാം. അല്ലെങ്കിൽ പുറകിരുന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പുറകിരിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. ഇനി ഞാനൊന്ന് ഓടിച്ചു വിട്ടു. ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ചായിരുന്നു, ഹൈവേ ആയിട്ട് ഓടിച്ചില്ലേ. വണ്ടികൾക്ക് ഉള്ളതാ. ഈ വക വണ്ടികൾക്ക് ഉള്ള ഗിയർ ഇടുമ്പോ ഒരു സംഭവം. 6 ഗിയർ ഉണ്ട്. 6 ഗിയർ ഇടാനുള്ള അവസരം കിട്ടില്ല. എനിക്ക് കിട്ടിയായിരുന്നു. എന്താ 6 ഗിയറാ? എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട് ഓടിക്കാൻ. നല്ല സ്മൂത്താണ്. നല്ല സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും എല്ലാത്തിനും നല്ല. സ്ക്രീനെല്ലാം അടിപൊളിയല്ലേ? ആ സ്ക്രീൻ അത്യാവശ്യം നല്ല പറയാറില്ല. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ സ്ക്രീൻ ഇച്ചിരി സൈസൊക്കെ വലുതായിട്ട് വരുന്നു തോന്നുന്നു അല്ലേ? ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. വണ്ടി കിട്ടിയിട്ട് എല്ലാരും ഓടിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പം അളിയനാണ് ഓടിക്കുന്നത്. ഓടിച്ചോടിച്ചങ്ങ് മതിയാവണില്ലെന്ന് തോന്നുന്നു. BM ഒക്കെ ഓടിച്ചിട്ട് ഇതിലെ ഓടിക്കുമ്പോ BM ഓടിക്കുമ്പോ എവിടെയെങ്കിലും കൊണ്ടാൻ പേടി. ഇത് അടിമുട്ടോ എന്ന് ഓർത്തല്ലേ. ഇതിപ്പോ എവിടെ കൊണ്ടായാലും പ്രശ്നമില്ല. വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പറയുന്നിട്ട് എനിക്കും. ഇതൊക്കെ ഏതോ പഞ്ഞിമൂലയോ പള്ളിമൂല, സോറി പള്ളിമൂല. വെരി വെരി സോറി. നല്ല വ്യൂ ആട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ അല്ലേ. ഈ ഒരു ഗ്ലാസിന്റെ വ്യൂ എല്ലാം അടിപൊളിയാണ് ഇങ്ങനെ എടുക്കാൻ. അതെ, 2 വീൽ ഡ്രൈവ് കേട്ടോ, 4 വീലല്ല. അങ്ങനെയല്ല പറയണേ, 2 വീൽ എന്നല്ലേ പറയണേ. റിയർ വീൽ RWD. അയ്യാ കൊന്നു. വണ്ടി എടുക്കുന്ന ആൾ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല അല്ലേ. 1 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം അത്രയും 4 മണിയായി. ആ വരുന്ന ആൾ അത്ര കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് അല്ലേ. അത് ആരാന്നുള്ളതാണ് സസ്പെൻസ്. ഈ ബ്ലോഗിന്റെ സസ്പെൻസ് അതാണ്. ഭയങ്കര ബിസി വരണ. ഓ, ഇന്നലെ അവിടെ ഗ്യാരേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? അതെന്തൊക്കെയാന്നുള്ളത് പിന്നെ പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് എല്ലാവരും മനസ്സിലാവും ആരാന്നുള്ളത്. അത് ഓൾറെഡി
തമ്നെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അപ്പം എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ അങ്ങോട്ട് ചാടാൻ പറ്റില്ല, തിരിച്ചങ്ങോട്ട് ചാടാൻ പറ്റും. മറ്റേ റൂട്ടിലേക്ക് കയറും. ഓ എൻ്റെ ഒരു വെപ്പ്. നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് കാണാം. അങ്ങനെ ഫ്ലാറ്റിലെത്തി, ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വണ്ടി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ആളൊന്ന് വണ്ടി കൊണ്ടുപോയാൽ മാത്രം മതി. ഇനി റിവേഴ്സ് ഇടാൻ പോണോ? അതിലിടാൻ തൽക്കാലം പോവാം. ആ ഓക്കെ. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൺ പ്ലേസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പരിപാടിയാണ്. അങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ അല്ലേ? അതെ 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 നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, ഫോൺ വെക്കാൻ എനിക്ക് വണ്ടിയുടെ അടുത്തൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. ഇതിപ്പം പക്ഷേ മൂവിങ്ങിൽ എത്രത്തോളം ഇരിക്കുന്നത് എനിക്കറിയില്ല. അതെ അതെ ഏതാ അതെ അതെ എവിടുന്നാ അത് വന്നത്? അപ്പം നമ്മൾ ഫ്ലാറ്റിലെത്തി വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. വണ്ടി എടുക്കാനുള്ള ആൾ വരേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇനി. അപ്പം അതെ വണ്ടി കൊടുക്കണതിന് മുമ്പ് എല്ലാവരും ഇറങ്ങി വന്നിട്ടുണ്ട്. അതല്ലോ ഫാസ്ടാഗാണോ? ഫാസ്ടാഗ് എടുത്തോ. പക്ഷെ അത് ഡിലീറ്റ് ഇത് ചെയ്യാൻ പറ്റില്ല, ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേതായാലും മതി. പിന്നെ വിഘ്നേശ്വരനെ എടുക്കണമെങ്കിൽ എടുത്തോ. ഇതാണ് നമ്മുടെ വണ്ടി എടുക്കാൻ വന്നിരിക്കുന്ന ആൾ. ലാസ്റ്റ് അക്ഷയ പോവാം. ഫോണിലല്ലോ നമ്മള് പോയിട്ടല്ലോ. വണ്ടിയില്ലേ പുള്ളിയുടെ കെയർ ഓഫിൽ വണ്ടി സെയിലായി. യെസ്, പൈസ ഒക്കെ കൊടുത്തിട്ടില്ലേ കറക്റ്റ് ആയിട്ട്? അല്ല, ഇത് അതിന് വേണ്ടി ഒന്നല്ല, ഇത് ചുമ്മാ ചെയ്യാൻ ശരിക്കും അവരോട് ഇത് ഞാൻ എപ്പോഴും എടുക്കലുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ പോവാ. അല്ല, നമുക്കൊരു ഫോട്ടോ എടുക്കണേ. പോണോ? ആ ഓക്കെ. അവർ പോവാ. ചേച്ചി ഇതേ അവസാനമായി ഒരു നോക്കുന്നുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണുന്നുണ്ടോ? ഇല്ലേ സെറ്റാണോ? കരയാൻ പോണോ? കരയോ പ്രശ്നമാണോ? അതെ, പുള്ളിയുടെ കെയർ ഓഫിലാണ് വണ്ടി സെയിൽ ചെയ്തത്. അപ്പോൾ അതെ പോവാണോ? അപ്പം പുള്ളി പോവാണ്. ഓക്കെ ബൈ ബൈ. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ? നീ പറഞ്ഞോണ്ടാണ് കേട്ടോ. ആ ഒരു കുഴപ്പമില്ല ചേച്ചി. വിഷമായിട്ടല്ല, നോക്കണ്ട കാര്യം. ആ അങ്ങനെ ബാക്കി കാര്യങ്ങൾ ഓക്കെ ഓക്കെ. അപ്പം ശരി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അവരെ വിഷമത്തിന് തന്നെ വണ്ടി കൊടുത്തതിൻ്റെ എല്ലാം നമുക്കങ്ങനെ വലിയ കുഴപ്പമില്ല അല്ലേ? ചെറിയ വിഷമമൊന്നുമില്ല, എനിക്കൊരു വിഷമില്ലതല്ലേ, ചെറിയ വിഷമങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.